വീണ്ടും ബാർക്കോഴ വിവാദം. മുൻ ധനമന്ത്രി കെ.എം. മാണിയുടെ രാജിക്കും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പതനത്തിനും കളമൊരുക്കിയ ബാർക്കോഴ വിവാദം പിണറായി സർക്കാരിനെതിരെ. ബാർക്കോഴയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ളത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ ഇടുക്കിയിലുള്ള പ്രധാന നേതാവും സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ. അതുകൊണ്ടാണ് പുറത്തുവന്ന ശബ്ദരേഖയ്ക്ക് പ്രസക്തിയേറുന്നത്. ഏതായാലും ഈ ശബ്ദരേഖയിൽ പ്രതിപക്ഷം പരാതി നൽകാനുള്ള സാധ്യത ഏറെയാണ്. മുൻ UDF മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന കെ.എം. മാണിക്കെതിരെയും ബാർക്കോഴ ആരോപണം ഉയർന്നിരുന്നു. അന്ന് വിജിലൻസിന് അടക്കം മൊഴി കൊടുത്ത വ്യക്തി കൂടിയാണ് അനിമോൻ. കടുത്തുരുത്തി, എറണാകുളം, കോട്ടയം മേഖലകളിൽ പോലും അദ്ദേഹത്തിന് ബന്ധങ്ങളും ബാറുകളുമുണ്ട്. കുറവിലങ്ങാട്ടുള്ള ഒരു ബാർ ലീസിൽ നടത്തുന്നതും അദ്ദേഹമാണ്. UDFന്റെ ഒരു പ്രമുഖ നേതാവിന്റെ ബിനാമിയാണെന്നും ആരോപണമുണ്ട്. തൊടുപുഴയ്ക്ക് പുറത്തും ബിസിനസ് താല്പര്യമുള്ള വ്യക്തിയാണ് അനിമോൻ. ഒറ്റപ്പാലം അരമന ഹോട്ടലും നീരാളി ഫിഷ് തൊടുപുഴയും അനിമോന്റെ നേതൃത്വത്തിലുള്ളതാണ്. പെരുമ്പാവൂരിലെ വിൻസ് പാർക്കിലും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പാൻ ഷോറിലും പങ്കാളിത്തമുണ്ടായിരുന്നു. കേരളത്തിലുടനീളം വിവിധ ഹോട്ടൽ സംരംഭങ്ങളുടെ സാരഥിയാണ്. മോഹൻലാലിന്റെ ശതകോടികൾ മുടക്കി നിർമ്മിച്ച ആദ്യ ചിത്രമായ ഒടിയന്റെ സഹനിർമ്മാതാവ് കൂടിയായിരുന്നു അനിമോൻ. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ സംഘടന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നേതാവ് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരാൾ 2 ലക്ഷം രൂപ നൽകണമെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ശബ്ദ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ബാർ ഉടമകൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നു. ഡ്രൈഡേ ഒഴിവാക്കാനും ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും. അതിൽ ഡ്രൈഡേ എടുത്തു കളയും. അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാകും. അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം. ഇതായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗ സ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അയാൾ പറയുന്നു. എന്തായാലും അനിമോന്റെ വെളിപ്പെടുത്തൽ UDFന് ഒരു ആവേശം പകർന്നെങ്കിലും അനിമോന് UDF നേതാവുമായുള്ള ബന്ധം അവരെ കുഴപ്പിക്കുന്നു. ബാർ ഉടമ ബിജു രമേശ് നൽകിയ മൊഴിയിൽ കെ ബാബുവിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരുണ്ടായിട്ടും അതൊഴിവാക്കി കെ.എം. മാണിയെ മാത്രം കുടുക്കിയെന്ന ആരോപണം വീണ്ടും ഉയർന്നു വരുമെന്നതും UDFനെ വെട്ടിലാക്കുന്നു.